നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഈ ഒരു പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ ദയയും വിശ്വസ്തതയും ഞങ്ങളോട് വലുതാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഭൂമിയും അതിലുള്ള പൂർണ്ണതയൊക്കെയും അതിലെ ഭൂവാസികളും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് കർത്താവ് എഴുതുമ്പോഴപ്പാ, ഇന്ന് കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങ് രാജാതിരാജൻ, അങ്ങ് ദൈവാതിദേവൻ, അങ്ങ് സകല മഹത്വത്തിനും അങ്ങ് സകല ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, പരിശുദ്ധൻ എന്ന നാമമുള്ളവനെ അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, നിത്യപിതാവെ അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ശാലോം യഹോവയെ അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഞങ്ങൾക്കായി അറക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. അല്പനേരം നമ്മുടെ അധരങ്ങളെ ഒന്ന് തുറന്നുകൊണ്ട് അധരഫലം എന്ന സ്തോത്രത്തെ നിങ്ങൾ അർപ്പിക്കുവിൻ. ഓ പരിശുദ്ധൻ എന്ന നാമമുള്ളവനെ, രാജാതിരാജാവേ, ദേവാതിദേവനെ, കർത്താതി കർത്താവേ, ഓ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കെരൂബുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഓ നല്ല ഇടയനെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. ഓ നല്ല ദൈവമെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. എനിക്കായി അറക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നവനെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇറങ്ങി വന്ന ദൈവമെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. 10 മാരികളെ അയച്ചു കർത്താവേ. ഓ അങ്ങ് തൻ്റെ ഇസ്രായേൽ മക്കളെ വിടുവിച്ച ദൈവമെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. എത്ര സ്തുതിച്ചാലും മതി വരാത്തൊരു നാമം, എത്ര വർണ്ണിച്ചാലും മതി വരാത്തൊരു നാമം. 10,000ങ്ങൾ സുന്ദരനായ എൻ്റെ ദൈവമേ, അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് മാത്രമുള്ളതാകുന്നു. ആമേൻ. സങ്കീർത്തനം 23-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. നീ എന്നോട് കൂടെയിരുന്ന് നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അപ്പാ, നമ്മൾ ഏതൊക്കെ പ്രശ്നത്തിലൂടെ പോയാലും, നമ്മൾ ഏതൊക്കെ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ പോയാലും, നമുക്കായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, നമുക്കായി ചോദിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീർ താഴ്വരയിലൂടെ നീ പോയാലും ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞ ദൈവം. യേശുവേ, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ, കണ്ണുനീർ താഴ്വരയിൽ അപ്പാ, ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനം നിന്മാനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, നിന്മാനമിളകാതെ, അതെ, മരം തളർന്നു പോകാതെ, ഇളകാതെ നിന്നോട് കൂടെ, നിന്റെ കൂടെയുള്ള ഒരു ദൈവമാണ്. അന്ത്യം വരെ കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധന
ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ, ദാഹിച്ചു വലഞ്ഞു ഞാൻ, ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ, ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു, ദാഹിച്ചു വലഞ്ഞു ഞാൻ, ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ, ജീവന്റെ ഉറവിടമായ എന്റെ ദൈവം ദാഹജലം തരുമേ. നിൻ മനമിളകാതെ, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം. നിൻ മനമിളകാതെ, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവം യോശുവയെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട എന്ന്. യോശുവയെ വിളിച്ചപ്പോൾ ദൈവം ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്നൊന്നും അറിയാമോ? എത്ര സ്തുതിച്ചാലും മതി വരാത്തൊരു ദൈവത്തെ, ഒരു നാമത്തെയാണ് നമ്മൾ ഇന്ന് വാഴ്ത്തുന്നത്. ഒരിക്കൽ കൂടി, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനം, നിൻ മനമിളകാതെ, നിൻ മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. അപ്പാ, അങ്ങന്റെ കൂടെയുള്ളത് കൊണ്ട് കർത്താവേ, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല കർത്താവേ, ഞാൻ ഭ്രമിച്ചു പോകുകയില്ല കർത്താവേ. സങ്കീർത്തനം 103 പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ ഒരാഴ്ചക്കാലം മുഴുവനും ദൈവത്തിൻ്റെ ദയ നമ്മളോടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ കുടുംബത്തോടും നമ്മൾക്ക് വേണ്ടപ്പെട്ട സകലരോടും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഒരിക്കലും ദൈവം കൈവിട്ട് കളയാത്ത ദൈവമാണ്. ഒന്ന് ആരാധിച്ചാട്ടെ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത, എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. നമ്മൾ എത്ര സ്തുതിക്കുകയും എത്ര മഹത്വപ്പെടുത്തുകയും ചെയ്താലും മതി വരാത്ത ദൈവത്തെ നമ്മൾ ഇന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ ആരാധിക്കാം.
Hallelujah. Oh, hallelujah. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാരിൽ തനന്തിന് തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം തൻപാദ സേവയതെന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും എത്ര സ്തുതിച്ചാലും മതി വരാത്ത നമ്മുടെ ദൈവം 10,000 വാക്കുകളാലും സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും നിത്യത തന്നിൽ ഉറപ്പോടെ പാടിയാട്ടെ തന്റെ സൂസ്യപദങ്ങൾ ഞാൻ മുത്തും നിത്യത തന്നിൽ ഞാൻ എത്തും തന്റെ സൂസ്യപദങ്ങൾ ഞാൻ മുത്തും ഭക്തിയാൽ ആനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ പ്രാണനെ കാത്തവനെന്നും ആരിൽ തന്നൻപിന് തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും മനോഹരം യാഹ്വേലിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ മനോഹരം യാഹ്വേലിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ അതുകൊണ്ട് ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയായി നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിടിനും ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിടിലും രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം
മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ വിശ്വാസത്തോടെ പാടിയാട്ടെ. പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹം. അതുകൊണ്ട് ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല. നേരായി ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിരിലും. ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുകിരിലും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് ഓറം ദേശകടം നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. അതുകൊണ്ട് ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർക്ക് ഓറും ദേരികടം ശബ്ദി. നന്മയൊന്നും മുടക്കുകയില്ല. നേരായി നടപ്പവർ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ അവന് മാത്രമാണ് എന്റെ സന്തോഷം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം ശാലോം യഹോവ എന്റെ സമാധാനം. നിസി യഹോവ എന്റെ ജയകോ
അതുകൊണ്ട് സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അവനാൽ അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റഫ റഫ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മ യഹോവ എങ്ങും അവനുണ്ട്. റഫ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തൻ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം യഹോവ എൻ്റെ സമാധാനം. നിസി യഹോവ എൻ്റെ ജയക്കൊടിയാ. ശാലോം യഹോവ എൻ്റെ സമാധാനം. നിസി യഹോവ എൻ്റെ ജയക്കൊടിയാ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തൻ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. 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 ഹല്ലേലൂയ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അല്പനേരം നമ്മുടെ അധരങ്ങളേക്കൊന്ന് തുറന്നുകൊണ്ടൊന്ന് സ്തുതിച്ചാട്ടെ. അവിടുന്ന് വലിയവന്, അവിടുന്ന് ഉന്നതനാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അഗ്നിജ്വാല കൊത്തവണ്ണം കണ്ണുള്ളവനെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. ഓ വെള്ളോട്ടിന് സദൃശ്യം പാദമുള്ളവനെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. Holy, holy, holy is the Lord God Almighty, who was and who is to come. ഓ പരിശുദ്ധനെ അങ്ങ് ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ഉന്നതനെ അങ്ങ് ഞാൻ ആരാധിക്കുന്നു. ഉയരത്തിലുള്ളവനെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ഓ രാബശം ദേരികടം ശംദൽഘടനെ. ഓ യേശുവേ സ്തുതിക്കുന്നു അപ്പാ, സ്തുതിക്കുന്നു കർത്താവേ. അതരങ്ങളെ ഒന്ന് തുറന്നുകൊണ്ടൊന്ന് സംസാരിച്ചാട്ടെ ദൈവത്തിൻ്റെ അടുത്ത്. കർത്താവേ, അങ്ങ് എത്ര നല്ലവൻ കർത്താവേശുവേ, അങ്ങ് എത്ര വല്ലവൻ കർത്താവേ. എനിക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനെങ്കിൽ ഞാനിന്ന് ആരാധിക്കുന്നു. എനിക്കായി ക്രൂശിൽ കർത്താവേ എന്നെ കണ്ടതുകൊണ്ട് കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, എനിക്കായി പരിഹാരമായി തീർന്നവനെങ്കിൽ ഞാനിന്ന് ആരാധിക്കുന്നു. നരക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞവനെങ്കിൽ ഞാനിന്ന് ആരാധിക്കുന്നു കർത്താവേശുവേ. ഓ
ഓ അപ്പാ, അങ്ങ് മാത്രമാകുന്ന എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാകുന്ന എൻ്റെ അഭയസ്ഥാനം, അങ്ങൻ്റെ കോട്ട, അങ്ങൻ്റെ പാറ. വീഴാത്ത വണ്ണം എന്നെ നിലനിർത്തുന്നവനെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ എന്നെ യോഗ്യനാക്കുന്നവനെ അങ്ങ് ഞാൻ ഇന്ന് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നിലൊന്ന് നിറയണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് കഴുകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദിനവും അങ്ങയോടെ ഒപ്പം നടക്കുവാനുള്ളൊരു കൃപ, ഒരു വലിയൊരു കൃപ കർത്താവെ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതരങ്ങളെ തുറന്നുകൊണ്ടൊന്ന് സ്തുതിച്ചാട്ടെ. ഓ യേശുവേ, യേശുവേ, രാജാതിരാജാവേ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. ചിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ചിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി. അപ്പൊ സഭ ഒരുമിച്ച് പാടും. ഉന്നതൻ, സഭ ഉറക്കെ പാടിയാട്ടെ. അതെ അപ്പാ, അങ്ങ് ഉന്നതനാണ്. ഉന്നതൻ, ഹല്ലേലൂയ. ആമേൻ. അത്ഭുതവാനായവനെ, നമ്മ വിളിക്കുന്ന അപ്പൻ ആരാണ്? നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വഴികളെ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നിറച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, നിറച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കുമപ്പാ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ
അതുകൊണ്ട് ഉന്നതൻ നീ, അത്ഭുതവാൻ, അത്ഭുതവാൻ, അതുകൊണ്ട് അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, ആമേൻ, ദൈവമെന്നും. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഇത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ഒരു വിഷയത്തിന് വേണ്ടി എനിക്ക് അതിൻ്റെ മുകളിൽ ഒരു വിടുതലില്ലല്ലോ അപ്പ. എത്ര നാളായി കർത്താവെ ഞാൻ ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അതിൻ്റെ മുകളിൽ എനിക്കൊരു ഉത്തരമില്ലല്ലോ കർത്താവെ. എന്താണപ്പാ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം അരുളുന്ന ദൈവമാണ്. പക്ഷെ തക്ക സമയത്ത്, അതിൻ്റെ സമയത്ത് ഉത്തരം അരുളുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അത് നിന്റെ ദോഷത്തിനായിട്ടല്ല, നിന്റെ നന്മയ്ക്കായിട്ട് തന്നെ. അത് നിന്റെ വീഴ്ചയ്ക്കായിട്ടല്ല, നിന്നെ ബലപ്പെടുത്തുവാൻ തന്നെ. ചില ശോധനയിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു പോകരുത്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്, ഞാൻ നിന്നെ വലം കൈയിൽ വഹിക്കുന്ന ദൈവമാകുന്നു. ഓ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ഞാൻ പറയുന്നു, അവിടുത്തെ കൈ കുറുകിപ്പോയിട്ടില്ല, അവിടുത്തെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാകുന്നു. തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവമാകുന്നു. തക്ക സമയത്ത് സകലത്തെയും നിവർത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ഓ, നിങ്ങളുടെ എന്തൊക്കെ ഭാരമാവട്ടെ, എന്തൊക്കെ പ്രയാസമാകട്ടെ, കുടുംബത്തെ പറ്റിയുള്ള ഭാരമോ മക്കളെ പറ്റിയുള്ള ചിന്തയോ, അതൊന്നും എല്ലാം സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് വിട്ടുകൊടുക്കുക. ഇന്ന് ദൈവം അതൊക്കെ പുലർത്തുവാൻ വിശ്വസ്തനാണ്. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഒന്ന് പാടിയാട്ടെ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതെ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളൂ. ഒരു 10 വർഷം മുൻപ് എവിടെ കിടന്ന നമ്മളാണ്, എവിടെ എത്തിച്ച ദൈവം. നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ, തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ചൂളയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും അത് നിന്റെ തിന്മയ്ക്കല്ല, അത് നിന്റെ നന്മയ്ക്കായി മാറ്റുവാൻ ശക്തനായ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്.
അതുകൊണ്ടൊന്ന് പാടിയാട്ടെ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അതെ അപ്പാ, അങ്ങ് മാത്രമാണപ്പാ എൻ്റെ ദൈവം. കർത്താവേ, എന്നെ നടത്തുവാൻ, എന്നെ പുലർത്തുവാൻ വിശ്വസ്തനായ ദൈവം, ഞങ്ങളുടെ കരങ്ങളിലോട്ട് അടിയനെ സമർപ്പിക്കുകയാണ് കർത്താവേശ്വേ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തൃപ്പാദത്തിൽ കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവെ യാഗമായി തരികയാണ് കർത്താവേശ്വേ. ഞങ്ങൾക്കുള്ളതെല്ലാം സകലതും അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്നു കർത്താവെ. അങ്ങ് കർത്താവെ അതിനെ എടുത്ത് വാഴ്ത്തി അങ്ങേക്ക് ഇഷ്ടമുള്ള കണക്കെ നുറുക്കി കർത്താവെ മറ്റുള്ളവരെ പോഷിപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. മഹത്വമുണ്ടാകട്ടെ. നമുക്കൊരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷം കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് കടക്കാം. എബ്രായർ എഴുതിയ ലേഖനം 4:12 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിനെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ആമേൻ. 14 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് സ്വർഗത്തിൽ ഇന്നും സ്ഥിരമായിരിക്കുന്ന ദൈവം നമുക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയാണ് കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു, കാൽവരിയിൽ മരിച്ചു, ഉയർത്തപ്പെട്ടു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കാൽ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു.
ദൈവദാസന്മാർ വന്ന് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. കർത്താവിന് കൊടുക്കുന്ന സമയമാണ്. നമ്മൾക്ക് ഒരു വചനം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാം. 2 കൊറിന്ത്യർ 9 അധ്യായം അതിൻ്റെ 7, 8 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവരില്ല, സകല കൃപയും പെരുക്കി ശക്തനാക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ സകല കൃപ നമുക്കറിയാം. അതിൻ്റെ 8-1 വാക്യത്തിൽ മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ചൊരു ദൈവകൃപ അവിടെ പൗലോസ് പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതിന് 8 വാക്യം 1 വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. മഹാകഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലും മക്കെദോന്യ സഭയിലായിരുന്നെങ്കിലും അവർ സന്തോഷ സമൃദ്ധിയാൽ ആ ദൈവകൃപയാൽ നിറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ കൃപയാ ക്രിസ്തുവിലുള്ള സന്തോഷ സമൃദ്ധി. ഹല്ലേലൂയ. ആ സന്തോഷ സമൃദ്ധിയുള്ളവർ അവർ പറയാ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തു. ഇന്ന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുപ്പാനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ സ്നേഹത്തോടെ ആ ദൈവ സ്നേഹത്തിലായിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹത്തോടെ കൊടുക്കുന്നവരാണെങ്കിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെടുക്കുന്ന ഇന്ന് കർത്താവിനോട് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മളിന്ന് മിഷൻ സൺഡേ ആയിട്ടാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്. ഹല്ലേലൂയ. മിഷൻ സൺഡേ നമ്മൾ ഇന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഓരോ പൈസയും ഇന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ദൈവരാജ്യം വരാത്ത അല്ലെങ്കിൽ സഭകളില്ലാത്ത അനേകിടങ്ങളിലേക്ക്, കർത്താവിനെ അറിയാത്ത അനേകിടങ്ങളിലേക്ക് സുവിശേഷകന്മാരെ അയക്കുന്നതിനും സഭകൾ സ്ഥാപിക്കുന്നതിനും, ഹല്ലേലൂയ, അവിടെ ഇടയന്മാരെ ആക്കി വെച്ച് ആ സഭകൾ നടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളിലെടുത്ത് ആ കർത്താവ് രാജ്യത്തിന് വേണ്ടി നമുക്ക് വിതയ്ക്കുവാൻ തയ്യാറാകാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടക്കാം. പരിശുദ്ധനായ ദൈവം നമുക്ക് പ്രാർത്ഥിച്ച്, പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊടുക്കുവാൻ തന്ന വലിയ കൃപക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവ് ഇന്ന് സന്തോഷത്തോടെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി വിതയ്ക്കുവാൻ, കർത്താവിനറിയാത്ത അനേകം ദേശങ്ങളിൽ സുവിശേഷന്മാരെ അയക്കുവാൻ, സഭകൾ സ്ഥാപിക്കുവാൻ, ഇടയന്മാരെ നിയോഗിച്ചയക്കുവാൻ, ആക്കി വയ്ക്കുവാനൊക്കെയായി ഞങ്ങൾ ഇന്ന് ഈ സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, കർത്താവേ, അത് അങ്ങയുടെ ഇഷ്ടപ്രകാരം അവിടെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ദർശനപ്രകാരം ആ ദേശങ്ങളിലൊക്കെ കർത്താവിനെ അറിയുവാൻ അങ്ങ് ഉപയോഗിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സുവിശേഷം അയക്കാൻ ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് രാജ്യം വിതയ്ക്കുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളിലും നിറയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥനയുടെ ഭാഗമായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരു ഞായറാഴ്ച കൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ രാവിലെ മുതൽ ആരാധനകളിലും ഗാനശുശ്രൂഷയിലൊക്കെ കർത്തൃമേശയിലൊക്കെ പങ്കുകൊള്ളാൻ നമുക്ക് ഭാഗ്യം കിട്ടി. നമ്മുടെ കർത്താവ് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് ആ കർത്തൃമേശയിൽ പങ്കുകൊണ്ടത്. നമ്മുടെ കർത്താവ് വരാൻ പോവുക. അതുവരെയും നിങ്ങൾ ഈ കൂടി ഒരു നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടെ രാവിലെ കടന്നു വന്നിരിക്കുന്നത്.
വന്നതും ആ കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുന്നതും. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണിപ്പം. ദൈവമേ, അവിടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ വചനം കർത്താവ് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി കർത്താവേ ഞങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് നിത്യതയ്ക്ക് അവകാശികളാക്കി മാറ്റത്തക്കവണ്ണം ഞങ്ങളെ സഹായിക്കേണ്ടതിനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ആവശ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അറിയുന്ന ദൈവം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അപ്പം ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുവാൻ ദൈവകൃപയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ദൈവം കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമുക്കിന്ന് അല്പസമയം ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കാം. റോമാലേഖനം 4-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വാക്യങ്ങളാണ്. അതെ 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 ആമേൻ. സ്തോത്രം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. അബ്രഹാം പ്രവൃത്തിയിൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവനെ പ്രശംസിക്കാൻ സംഗതി ഉണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നേ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവനെ നീതിയായി കണക്കിട്ടു. സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വാസ തലമുറയിൽ നമ്മെയും പിതാക്കന്മാരെ പോലെ നമ്മളെ കൊണ്ടുകൊണ്ട് പോവുകയാണ്. പിതാക്കന്മാർ വിശ്വസിച്ചു, അവരെ കാനാൻ ദേശത്തിലേക്ക് നടത്തി. ആ കാനാൻ ദേശത്തിലേക്ക് നടത്തുമ്പോൾ ആ പോക്കിൽ വലിയ പ്രതികൂലങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നത് നമുക്കറിയാം. പലരും കർത്താവിനെ തള്ളിക്കളഞ്ഞൊരവസ്ഥ. അതുകൊണ്ട് ഹെബ്രായർ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. ഹെബ്രായർ 3:12 വാക്യം. നാം ഇന്നായിരിക്കുന്ന ഈ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ഒരു ദുഷ്ടഹൃദയം നമ്മളിൽ വന്ന് നിത്യത നഷ്ടപ്പെട്ടു പോകാൻ വരാതിരിക്കേണ്ടതിന് നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും അവിശ്വാസമുള്ള ഹൃദയമുള്ളവരായി മാറാതെ കർത്താവിൽ പ്രത്യാശ വെച്ച് ദൈവത്തെ ത്യജിച്ചു കളയാത്തവരായി മാറേണ്ടത് ആവശ്യമാണെന്നൊരു മുന്നറിയിപ്പ് കർത്താവ് നമുക്ക് തരികയാണ് ഹെബ്രായക്കാരനിലൂടെ. ഹല്ലേലൂയ. ഇത് നോക്കുമ്പോൾ അനേകരും വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഞായറാഴ്ച വരുന്നുണ്ട്, സ്തോത്ര കാഴ്ച ചെയ്യുന്നുണ്ട്, കർത്തൃ മേശ സ്വീകരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്തു ഹൃദയത്തിൽ ഉള്ളവനാണ് ഒരു വിശ്വാസി. അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആയിട്ടില്ല വിശ്വാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. എന്നോടൊന്നും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തടത്തോളം കാലം ഞാൻ വിശ്വാസത്തിലല്ല, ഞാനൊരു വിശ്വാസിയല്ല. പിന്നെ എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊക്കെ കാര്യങ്ങൾ കാണണ്ടേ, വീട്ടുകാര്യങ്ങൾ കാണണ്ടേ, കുടുംബകാര്യങ്ങൾ കാണണ്ടേ, മക്കളുടെ കാര്യം കാണണ്ടേ, കടഭാരം മാറണ്ടേ, വീട് വെക്കണ്ടേ, മോളെ കെട്ടിക്കണ്ടേ, കുഞ്ഞ് പ്രസവിക്കണ്ടേ. ഇന്നലെ ഞാനിപ്പോൾ രാവിലെ പറഞ്ഞു, ഇന്നലെ മിനിയാന്നാ ഞാനൊരു ഡെഡിക്കേഷൻ്റെ ഇതിന് വേണ്ടി പോയിണ്ടായിരുന്നു വൈപ്പിൽ. അപ്പോൾ എന്നോട് ഒരാൾ പറയണേ, എൻ്റെ മോളെ പ്രസവിക്കാൻ കൊണ്ടുപോയിക്കാണ്, 2 പിള്ളേരുണ്ട്, 2 പിള്ളേർക്കും പ്രസവ സമയമാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേട്ടാണ്. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, നമ്മൾ സാധാരണ എല്ലാവർക്കും പറയുന്നത്. ഇതിനാണോ കർത്താവ് വന്നേ? കുഞ്ഞുങ്ങളുടെ പ്രസവം സുഖമായി നടന്നുകൊണ്ട്, നല്ല കുഞ്ഞിനെ കിട്ടിക്കൊണ്ട്, വീട് കിട്ടിയോണ്ടോ, കല്യാണം നടത്തിക്കൊണ്ടോ എന്താ പ്രയോജനമുള്ളേ? വേണ്ടെന്നൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അത് വേണ്ടെന്നല്ല. കർത്താവ് എന്തിനാ വന്നേ? നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവത്തിന് നമ്മളുടെ സ്നേഹം പ്രകടമാക്കി. എന്തിനു വേണ്ടി? നിത്യനരകത്തിലേക്ക് നീ പോകുന്നത് കണ്ടിട്ട് ദൈവത്തിൻ്റെ മനസ്സ് തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് അവനെ വീണ്ടെടുക്കണം.
അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നൊരു കാര്യം, കാലസമ്പൂർണ്ണതയിൽ ഗലാത്യർ 4:4 പറയുന്നു, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൽ പാപനിമിത്തം ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട്, അതെന്തിനാ? കാലസമ്പൂർണതയിൽ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രൻ്റെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രവർത്തിയിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ നരകത്തിൽ നിന്നും തീയിൽ നിന്നും കോരിയെടുത്ത് ദൈവം ഒരുക്കുന്ന നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അബ്രഹാത്തിനെയും ഇസാക്കിനെയും യാക്കോബിനെയും വിളിച്ചപ്പോൾ അവരെ ആ കാനാൻ ദേശത്തിലേക്ക് പോകാനായിട്ട് അവർ വിളിച്ചു കഴിഞ്ഞിട്ട്, കാനാൻ ദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് തേനും പാലും ഒഴുകുന്ന ആ അനുഗ്രഹീതമായ രാജ്യത്തിലേക്ക് നിങ്ങളാക്കി വെക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ എങ്ങനെ ജീവിച്ചേ? ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടത് 11-8 മുതലുള്ള വാക്യങ്ങൾ. അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി പണിതൊരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് കണ്ടുകൊണ്ട് അബ്രഹാം ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ദർശനം കിട്ടിയ അബ്രഹാത്തിന് ദർശനം കിട്ടി. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ വന്നതും നമ്മൾ പാരമ്പര്യ കൂട്ടങ്ങളിൽ കിടന്നവരാ, പല വിധത്തിലുള്ള ജാതീയ കൂട്ടങ്ങളിൽ കിടന്നവരാ. നമ്മെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് എന്തിനാ? ദൈവം ഒരുക്കുന്ന നിത്യഭവനം സ്വർഗത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നു. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നു അവിടേക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ദൈവം ശില്പിയായി പണിയുന്നൊരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവർ പരദേശികളെപ്പോലെ പാർത്ത്. എവിടെയാണ്? കാനാൻ ദേശത്ത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രത്യാശയും കൂടാ. അവരെ ആ കാലഘട്ടങ്ങളിൽ അബ്രഹാത്തിന് കൊടുത്ത ദൈവിക ദൂതനുസരിച്ച് അവർ പോയി. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയാണ്, ഞാൻ ദൈവരാജ്യം, മാർക്കോസിന്റെ സുവിശേഷം 1:15 പറയുന്നു, ഇതാ കാലം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതിൻ്റെ എഫെസ്യ ലേഖനം 1:10 പറയുന്നു, സ്വർഗത്തിലുള്ള ഭൂമിയിലുള്ള പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി തീരണം എന്നാണ് ദൈവത്തിൻ്റെ കാലസമ്പൂർണ്ണത വ്യവസ്ഥ. അതിനു വേണ്ടിയിട്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ രക്ഷ എനിക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ആ രക്ഷ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യപടി, ദിൽവാസ് മറ്റേ ബൈബിൾ ക്ലാസ്സിൽ പറയാറുള്ളൂ അല്ലേ, രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളാണെന്ന് പറഞ്ഞല്ലേ. 1, രക്ഷിക്കപ്പെടുന്നു. 2, രക്ഷിക്കപ്പെട്ട് കൊണ്ടിരിക്കണം. 3, പൂർണ്ണമായ ഒരു രക്ഷ. അപ്പോൾ അതിൻ്റെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് യേശു കർത്താവെന്ന് അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ട് തീർന്നില്ല. അന്നേനെ നീ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണ്, അന്ന് മരിച്ച സ്വർഗത്തിലാണ്. പക്ഷെ നമുക്കൊരു യാത്രയുണ്ടെന്നേ, നമുക്കൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ ഞാൻ അനുദിനം പാപത്തോട് വിട പറഞ്ഞ് പാപത്തോട് എതിർത്ത് നിന്ന്, സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ പാവികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ എളുപ്പത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെ, അങ്ങനെ ആ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിൽ മാത്രമേ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്കിത് അവകാശമാക്കാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് 2 കൊരിന്ത്യർ 13-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയേ, നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ചറിഞ്ഞേ. യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാവണം, എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാവണം. റോമാലേഖനത്തിന് 6:3 പറഞ്ഞ്, ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്.
അപ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ, അവൻ്റെ മരണത്തോട് ചേരാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനമേറ്റിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഞാൻ പോയി എന്നെ കർത്താവ് ക്രൂസിലേക്ക് തറച്ചു. പലപ്പോഴും നമ്മളിൽ പഴയ മനുഷ്യൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഇതുവരെ ക്രൂസിലേക്ക് നമ്മളെ തറച്ചിട്ടില്ല. നമ്മുടെ കയ്യോ കാലോ, ഞാൻ ഈ മിനിയാന്ന് ഓർത്താണ് ദൈവം അവന് വരാൻ എനിക്ക് രണ്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണെന്നറിയുമോ? നമ്മുടെ പഴയ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങി വരികയാണേ. ഇത് നമുക്ക് പറ്റില്ലല്ലോ പ്രിയരെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ കർത്താവിനോട് ക്രൂസിൽ തറച്ചു. ഇനി എൻ്റെ കൈയല്ല, എൻ്റെ കാലും ഇല്ല, എനിക്ക് അങ്ങനെ പറയാനും നമുക്ക് പ്രവർത്തിക്കാനും പറ്റില്ലല്ലോ. അതായിരിക്കണം നമ്മളുടെ വിശ്വാസം. പക്ഷേ ഈ പകരം ഈ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ സ്നാനപ്പെട്ട് എന്ന് നാം അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ പലർക്കും ഈ അറിവില്ലെന്നേ. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മോൻ പുറത്തേക്ക് പോയി ജോലിക്ക് പോയിട്ട് വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ട് കാണാനില്ല. അമ്മ 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വരെയാണ്. എടാ നീ കല്യാണം കഴിച്ചൊരു ചെക്കനാണെന്നുള്ള ഓരോ ഓർമ്മ നിനക്കില്ലേ? അപ്പോൾ അമ്മ വാ എനിക്കറിയാളതേ, ഞങ്ങളുടെ കല്യാണക്കുറി അമ്മ നോക്കിയേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഒന്ന് നോക്കിയേ, എനിക്ക് നല്ല അറിവുണ്ട്. ഇതാണോ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ബോധ്യം ഉണ്ടാവട്ടെ. ക്രിസ്തു എന്ന തലയോളമുള്ളൊരു ആത്മീയ വളർച്ചയാണ് ഈ ആത്മീയ ജീവിതം. സ്തോത്രം. നമുക്ക് അതുകൊണ്ട് ഹെബ്രായലേഖനത്തിലെ ഗലാത്യ ലേഖനം 3:21 വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3:21 വാക്യങ്ങൾ. അതായത് വിശ്വാസം വരും മുമ്പേ നമ്മളിൽ വെളിപ്പെടാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. മോശ മുതൽ സ്നാപയോഹനാൻ വരെ ന്യായപ്രമാണ യുഗമായിരുന്നു. ആ ന്യായപ്രമാണ കൃപായുഗം യേശുക്രിസ്തുവിൻ്റെ കാലം തുടങ്ങിയാണ് ഇങ്ങോട്ട് കൃപായുഗം ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള ആ പാപയാഗം അർപ്പണത്തിലൂടെ അല്ലാതെ മാനവകുലം മുഴുവനും രക്ഷിക്കപ്പെടുന്നില്ല. നമുക്കറിയാലോ, സ്നാനപ്പെടുമ്പോൾ ചെങ്കൽ സ്നാനം സ്വീകരിച്ചത് കർത്താവിലൂടെയുള്ള ആ സ്നാനത്തിൻ്റെ മുൻകുറിയായിട്ട് അവർ കണ്ടല്ലോ. മോശ ഈജിപ്തിലെ ആ സുഖങ്ങൾ ഉപേക്ഷിച്ചത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ പങ്കുചേരുന്നതിനാണ് ഉപേക്ഷിച്ചത് എന്നൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം നടക്കുന്നത് ഉൽപ്പത്തിയിൽ പറഞ്ഞ ഒരു സ്ത്രീയുടെ സന്തതി വരും, അവൻ സാത്താൻ്റെ തല തകർക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് സകല മാനവകുലവും രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 3:21 വാക്യം പറഞ്ഞത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായ വിശ്വാസം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്ത ആരും വ്യത്യാസരായിട്ടില്ല. എല്ലാ മനുഷ്യരും ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും പാപത്തിൻ്റെ പിടിയിൽ അമർന്നു പോയവരാണ്. അവർ വീണ്ടെടുക്കാൻ സ്വർഗം കണ്ട ഒരേ ഒരു വഴി തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവനെ യാഗമാക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകദാനം നൽകുവാൻ തക്ക ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം വരും മുമ്പ് നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചു. എന്നുവെച്ചാൽ ഈ ന്യായപ്രമാണം കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടുന്നില്ല. ന്യായപ്രമാണം പാപം എന്താണെന്ന് നമ്മളെ വെളിപ്പെടുത്തേ, അതില്ലായിരിക്കും പാപം എന്താണെന്ന് അറിയാനും പറ്റില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നാം വിശ്വാസം നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. എന്നുവെച്ചാൽ ഒരമ്മ ആയ കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് പോകുന്നില്ല എങ്ങോട്ടേക്ക്? യേശുവിൻ്റെ അടുക്കലേക്ക്. ഈ ന്യായപ്രമാണം നമ്മളെ നടത്തി. അത് കഴിഞ്ഞിട്ട് ശിശുപാലനായിരുന്നു. 25 വാക്യം പറയുന്നു, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല. ചില ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായപ്രമാണം അനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ പോരെ എന്ന് സ്വർഗത്തിൽ പോയില്ല, പറ്റില്ല.
എങ്കിൽ പിന്നെ യേശു വന്ന എന്തിനാ? യേശു ഭൂമിയിലേക്ക് വന്ന എന്തിനാ? ന്യായപ്രമാണം കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസാൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായി മാറി? ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവമക്കളാകുന്നു. 27-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യവനെന്നും യഹൂദനെന്നും യവനെന്നും ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും അത്രേ. സ്തോത്രം. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. കർത്താവ് പറയേ, ഞാൻ ശാന്തശീലൻ വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിച്ചുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഒരു നുഖത്തിൻ്റെ കീഴിൽ 2 കാളകളാണല്ലോ നമുക്ക് നുഖത്തിൻ്റെ അപ്പുറം വെക്കുന്നത്. ഒരു സ്ഥലത്ത് കർത്താവ്, ഒരു സ്ഥലത്ത് നമ്മളെ നിർത്തിക്കൊണ്ട് തള്ളിക്കുക. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് ഒരു സ്ഥലത്ത് വലിക്കുമ്പോൾ നമ്മൾ കർത്താവ് പോകുന്ന പോലെ നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് തിരിയും. അപ്പോൾ കർത്താവിന് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് എങ്ങനെ തള്ളുന്നതനുസരിച്ച് നമ്മളും തള്ളണം, കർത്താവ് നിൽക്കുമ്പോൾ നമ്മളും നിൽക്കണം. ഇതുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞേ, നാം ആ നുഖത്തിൻ്റെ കീഴിൽ, ക്രിസ്തുവിൻ്റെ നുഖത്തിന് കീഴിലായിക്കഴിഞ്ഞാൽ ക്രിസ്തു പറയുന്നത് പോലെ, ക്രിസ്തു ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തു എന്ന തലയോളമുള്ളൊരു വളർച്ചയാണ് ഈ ആത്മീയ ജീവിതം. ഒന്ന് കാര്യങ്ങൾ കർത്താൻ സ്തോത്രം ചെയ്തേ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയുള്ള ഒരു വളർച്ച. പ്രിയരെ, നമുക്കിനിയും സമയങ്ങളധികം പോകുന്നില്ല. നാം കാണുന്നത്, തേരഹ് ഊരിൽ നിന്നും തേരഹ് അബ്രഹാമുമായിട്ട് കടന്നു പോരുമ്പോൾ അവൻ മെസൊപ്പൊത്താമ്യയിൽ ഹാരാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തമ്പടിക്കേണ്ടി വന്നു. അതിക്ക് മുമ്പ് മെസൊപ്പൊത്താമ്യയിൽ നിൽക്കുമ്പോൾ അപ്പോസ്തലർ 7:1 മുതൽ 3 വരെ വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്, അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴാണ്. ഹാരാനിലേക്ക് വരാനായിട്ട് പോകുന്ന കൂട്ടത്തിൽ ദൈവം അവനെ വിളിച്ചു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പി. നമ്മുടെ പിതാവ് അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാത്തിനുള്ള പ്രത്യക്ഷം മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴാണ് വിളിച്ച് വേർതിരിക്കുക. അതിനുശേഷം ഹാരാനിലേക്ക് വരുന്നു. ഹാരാനിൽ വന്ന് അവിടെ നോക്കിയപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആടുമാടുകളെ മേയ്ക്കുന്നവർ, യാത്രക്കാരൊക്കെ ആയിരുന്നു, യാത്ര ചെയ്യുന്നവരെ. അങ്ങനെ നോക്കിയപ്പോൾ തേരഹിൻ്റെ ഇവരുടെ ചിന്തയിൽ ഈ രാജ്യം നല്ല ഫലസമൃദ്ധമായ ആടുമാടുകളൊക്കെ മേയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പട്ടണം. ഈ ഇറാഖ് എന്ന സ്ഥലമാണ് ഹാരാൻ, ഊരിൽ നിന്നും സിറിയ, അതായത് നമ്മളിപ്പോൾ ഇന്നത്തെ യുദ്ധങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ഇറാഖിൽ നിന്നും സിറിയ വഴി പാലസ്തീൻ നാട്ടിലേക്ക്, അതാണ് കാനാൻ ദേശം. ആ യാത്ര കാനാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയേക്കണം. ഈ പാലസ്തീനാണ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്, ഇന്നും യുദ്ധം നടക്കുന്നതാണ്. അപ്പോൾ ഈ നാട്ടിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് അബ്രഹാത്തിന് ഹാരാനിൽ വന്ന് തങ്ങേണ്ടി വന്നത്. അവിടെ വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറയുമ്പോൾ, ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ പോയി കാനാൻ ദേശത്ത് ഉള്ള ജാതികളോട് യുദ്ധം ചെയ്ത് ആ രാജ്യം പിടിച്ചടക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടത്. ഇവരിവിടുന്ന് ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു, അബ്രഹാത്തിൻ്റെ അപ്പം മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ട്? കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ 2 ഗ്രൂപ്പ്, അതായത് 2.5 ഗ്രൂപ്പ്, അതായത് ഇവർ മറ്റേ ഹല്ലേലൂയ സ്തോത്രം, അതായത് 2.5 ഗോത്രങ്ങൾ. അവർ റൂബേനും ഗാദ്യരും മനാശയുടെ പകുതി ഗോത്രങ്ങളും. അവർ പറഞ്ഞ്, ഞങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണ്, ഞങ്ങൾക്ക് ഈ പട്ടണം ഞങ്ങളിവിടെ താമസിച്ചോളാം, ഞങ്ങൾക്ക് ധാരാളം ആടുമാടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്നോളാം, നിങ്ങൾ ബാക്കിയുള്ളവർ പോയിക്കോന്നു. പ്രിയപ്പെട്ടവരെ,
സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വിളിയെങ്കിൽ നമ്മളും ഒരു യാത്രയിലാണെന്നുള്ളത് ഓർക്കണമേ. ആ യാത്രയിൽ ദൈവം പറഞ്ഞതനുസരിച്ച് പോകാൻ പറഞ്ഞാൽ, അബ്രഹാമിനെ പറഞ്ഞതാണ് ഉൽപ്പത്തി പുസ്തകം 12:1 അബ്രഹാമേ, നീ നിന്റെ പിതൃഭവനത്തെ വിടുക, ഞാൻ കാണിപ്പാൻ സ്ഥലത്തേക്ക് പോവുക. അവൻ വിട്ടു പുറപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു യാത്രയ്ക്ക് നമുക്ക് വേണ്ടത് ഒന്ന്, നാം ഡൽഹിയിലേക്കൊക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവിടം വരെ എത്തിയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ വിട്ടാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് വിട്ട് ട്രെയിനിൽ കയറി അവിടെ ഇരുന്നാൽ മതിയാ. നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കണം. ആ വണ്ടി പോയിക്കൊണ്ടിരുന്നേ പറ്റൂ, പോയാൽ മാത്രം മതി. നമ്മൾ എവിടെ ചെല്ലണം? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണം. അപ്പം എന്നതുപോലെ നമ്മൾ പാരമ്പര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു യാത്രയുണ്ട് നമുക്ക്. ആ യാത്രയിൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനമായ കർത്താവ് ഒരുക്കിയ നിത്യമായ ഭവനം, സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാഹളം ധ്വനിക്കുമ്പോൾ, തൻ്റെ വിശുദ്ധ പ്രാക്കളെ പോലെ എഴുന്നേൽക്കുമ്പോൾ, കർത്താവ് ഉൽപ്രാവണത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും കാണപ്പെട്ടില്ല എങ്കിൽ പിന്നെ ഉണ്ടാവുന്ന മഹാഭീകരത, ആ ഭീകരത പങ്കുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവവചനം അവരെ ശക്തമായി പറയുന്നത്. നമ്മൾ വിശുദ്ധിയോടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധി പ്രാപിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കില്ല. കർത്താവ് വന്നിട്ട് കൊണ്ടുപോകണം ആരെയാണ്? പറയും കർത്താവ് കൊണ്ടുപോകണം. ഹെബ്രായർ 9:27-28 വാക്യങ്ങളെ അവൻ ഒരിക്കൽ വന്നു പാപപരിഹാരാർത്ഥം. ഇനി വരുന്ന പാപപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ഞാനും നിങ്ങളതിൽ പെടോ? പ്രിയരെ, ഈ യാത്ര ഒന്ന് ഓർക്കണമേ. നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ്, നിത്യരാജ്യത്തിലേക്കുള്ള യാത്ര. ദൈവം ശില്പിയായി പണിത്, അബ്രഹാം കണ്ടതുപോലെ ദൈവം ശില്പിയായി പണിതൊരു ഭവനം സ്വർഗത്തിൽ നമുക്ക് ദൈവം ഒരുക്കുന്നു. ആ നിത്യഭവനത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അത് അനന്ത കോടി വർഷം ദൈവശില്പിയെ പണിയുന്നൊരു ഭവനം, 12,000 സ്ഥാദ്യവും നീളവും വീതിയും ഉയരവുമുള്ള പുത്രാൻ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മണവാട്ടിയെ പോലെ പുതിയ പുതിയ ഭൂമിയിൽ ഇറങ്ങി വരുന്ന ഒരു മഹാവല്യ കെട്ടിടം, സ്വർണം കൊണ്ട് നിർമ്മിതമായത്, സ്വർണ്ണ നിബിഡമായത്, ആ തങ്ക തെരുവീതികളുള്ളത്, അതിലൂടെ അതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന പളുങ്ക് കടൽ, ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കർത്താവ് വിളിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് ഹെബ്രായർ ലേഖനക്കാരൻ ഇങ്ങനെ എഴുതിയത് 2-3-4 മകൾ, ഇത്ര മഹത്തായ രക്ഷയെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? പ്രിയപ്പെട്ടവരെ, നമുക്ക് പോകണം. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മളിവിടെ കിടക്കേണ്ടവരല്ല. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങിയേ മതിയാകൂ. ഈ യാത്രയിൽ നമ്മൾ വീണു പോകരുത്. ഇതൊരു യാത്രയാണ്. പിതാക്കന്മാർ ഇറങ്ങി ചെങ്കട കടന്ന് പോയപ്പോൾ 40 സംവത്സരം മരുഭൂമിയിലൂടെ പോയപ്പോൾ അവർക്ക് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. അവർക്ക് മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു, അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, കാടപ്പക്ഷികളെ കൊടുത്തു, ചൂട് കൊടുത്തു, തണുപ്പ് കൊടുത്തു. അങ്ങനെ നടത്തിയ ദൈവം, അവിടെ മാവേലി സ്റ്റോറൊന്നും ഉണ്ടായില്ല, പെട്ടിക്കടയും ഉണ്ടായില്ല, പക്ഷെ ദൈവം നടത്തി. ആ നടത്തിയ ദൈവം തന്നെയാണ് ഇന്നും നമ്മെ നടത്തുവാൻ മതിയായവൻ. അത് എങ്ങോട്ടേക്കാ? നിത്യതയിലേക്ക്. ഈ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഉറച്ചു നിന്ന് കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധി എന്ന് വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ കൈവിടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോകും. അത് ദൈവം നമ്മളെ പല വിധത്തിലും നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാം അതിസമ്പന്നനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് 13:2 അബ്രഹാം അനവധി സ്വത്തുക്കൾ, സ്വർണവും വെള്ളിയും ആടുമാടുകളൊക്കെ ഉള്ള ഒരു മഹാസമ്പന്നനായിരുന്നു. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നില്ല, അതിലൊന്നുമല്ല ഇന്ന് കാണുന്നതെന്ന് പറയുമ്പോൾ. ഇന്ന് സ്വത്തും സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയൊക്കെ അവിടെ എല്ലാപ്പോഴൊക്കെ ഒന്ന് പോയി തല കാണിച്ചിട്ട് പോകാം, അതൊന്നും കുഴപ്പം. കാരണം നമുക്ക് അതിന് വേണ്ടി സൂഹിക്കാനുണ്ടെന്നേ, ജീവിക്കാനുണ്ടെന്നേ. എല്ലാവരും കാര്യം എല്ലട്ടെ പറഞ്ഞേ, അനേക ആളുകൾ ഇന്ന് പല ആളുകളും. അപ്പോൾ കർത്താവ്
എന്തിനാ വന്നതെന്ന് മനസ്സിലാക്കാതെ എന്നെ നിത്യതയിൽ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്, നിത്യരാജ്യത്തിൽ ചേർക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാ കാലം തികഞ്ഞു, ഇനി അധികം സമയമില്ല, ദൈവരാജ്യം അടുത്തിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുക എന്നുള്ള വാക്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മാനസാന്തര ജീവിതം, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധി പ്രാപിക്കട്ടെ. ആ വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാവട്ടെ. എന്താ സമയം പൂർത്തിയായി, ദൈവരാജ്യം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നമുക്ക് ഒരുങ്ങിയേ പറ്റൂ. കാരണം ഒരുങ്ങിയെന്ന് പറയാനായിട്ട് അടുത്തിരിക്കുന്നു പറയാൻ കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. ഏത് ഒരു ദൈവവചനം കേൾക്കണമെങ്കിൽ ഒരു ബൈബിൾ ഒരു മൊബൈൽ എടുത്താൽ ആരെങ്കിലും കേൾക്കണമെന്ന് വെച്ചാൽ എല്ലാ പാസ്റ്റേഴ്സും ഒരുപോലെ ശബ്ദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് അടുത്തു എന്നുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളത്. ഇനി അധികമില്ലല്ലോ, അതുകൊണ്ടല്ലേ കർത്താവ് അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തിമോഥെസിലെ 2 തിമോഥെസ് 3:1 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും കുരുളക്കാരും മേഷണിക്കാരും മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവരും ബുദ്ധികെട്ടവരും നന്ദിയില്ലാത്തവരുമായ ജനമുണ്ടാകുമെന്നും ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നവർ അന്നുണ്ടാകുമെന്ന് ഇതൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി. അതിൻ്റെ 3:12 വാക്യം 3:12 തിമോഥെസ് 2 തിമോഥെസ് 3:12 വാക്യമുണ്ട്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ കാണുമ്പോൾ പുറകോട്ട് പോവല്ലേ, പ്രതികൂലങ്ങൾ കാണുമ്പോൾ പുറകോട്ട് പോവല്ലേ. കർത്താവ് ഇതെല്ലാം വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് ഈ പച്ചത്തടിയോട് അവരിങ്ങനെ ചെയ്യണമെങ്കിൽ ഓണക്കിന് എന്തുമായിരിക്കും? നിങ്ങൾക്ക് യോഹന്നാൻ 16:31 പറഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തണമെന്നേ. ആ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആര് വേണമെന്നോ ഓടി നടക്കുകയാണല്ലോ. ഞാനും നിങ്ങൾ അവന് വേണ്ടത് ആരെ വേണ്ടതെന്നറിയുമോ? ആര് കർത്താവിൻ്റെ രക്ഷകനാഥനുമായി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നോ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നോ, അവനെ വീഴ്ത്തുക എന്ന് മാത്രമേ പിശാചിന് ലക്ഷ്യമുള്ളൂ. ബാക്കിയെല്ലാം അവൻ്റെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ സാധനം പുറകെയുണ്ട്. പക്ഷെ ധൈര്യമായിരിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെ 18 ഇങ്ങനെ പറയുന്നുണ്ട്, രാപ്പകൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അങ്ങനെയാണെങ്കിൽ ഈ ദുഷ്ടപിശാചി ചെയ്യണമെന്നറിയുമോ? വെളിപ്പാട് ദിവസം 12:12 ഒരു കാര്യം വന്നിട്ടുണ്ട്. അവൻ രാപ്പകൽ തൻ്റെ വിശുദ്ധന്മാരെ ദണ്ഡിപ്പിക്കുന്ന കുറ്റം പറയുന്ന ഒരു അപവാദിയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൻ്റെ അതേക്കുറിച്ച് പറഞ്ഞത് ഇതാ പിശാചിന് അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇനി. എന്തിനാ കുറച്ച് സമയം? നിങ്ങളുണ്ടോ ഇവിടെ? പിശാചിനെ 12 ആണ് പറഞ്ഞത്, വെളിപ്പാട് 12. പിശാചിന് അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നേ. നമുക്ക് എന്തോരം സമയമുണ്ടോ? അപ്പം അതിനേക്കാളും കുറച്ച് സമയമല്ലേ ഉള്ളൂ. കാരണം പിശാചിനെ ബന്ധിക്കാനായിട്ട് കർത്താവ് 7 കൊല്ലത്തെ മഹോപദ്രവത്തിൻ്റെ അന്ത്യത്തിൽ ആൻറ്റിക്രൈസ്റ്റിനെ കള്ളപ്രവാചനം പിടിച്ച് തീയിലിട്ട് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 20:1 വാക്യങ്ങൾ കാണുന്നു, ഒരു ദൂതൻ സ്വർഗത്തിൽ ചങ്ങലയുമായി ഇറങ്ങി വന്ന് ഈ പിശാചിനെ ബന്ധിച്ച് 1000 ആണ്ട് ചങ്ങലക്കിടുന്നു. ആ ചങ്ങലക്കിടാൻ പോകുന്ന കാലം 7 കൊല്ലത്തെ മഹോപദ്രവത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ അതിക്ക് മുമ്പ് തൻ്റെ മണവാട്ടി സഭ ഇവിടുന്ന് പറക്കില്ലേ? അതിന് നമ്മൾ പെടില്ലേ? അങ്ങനെ നമുക്ക് എന്തോരം സമയമുണ്ട്? അവനേക്കാളും സമയം കുറവല്ലേ? പിശാചിനേക്കാളും സമയം കുറവാണ് നമുക്ക്. ഇനി അധികം സമയമില്ല. നാം കർത്താവിൻ്റെ വിശുദ്ധന്മാരെ നിന്നുകൊണ്ട് ദൈവം ഒരിക്കലും നിത്യരാജ്യത്തിൽ ചെന്ന് ചേരാൻ യോഗ്യതയുള്ളവരെ മാറേണ്ടതിന് നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ക്രിസ്തു എന്ന തലയോളം ആത്മീയ വളർച്ച നാം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. അത് വരാതിരിക്കുക. അതുകൊണ്ടാണ് ഹെബ്രായലേഖനം അങ്ങനെ എഴുതിയത്, ഇത്ര മഹത്തായ രക്ഷയെ നിങ്ങൾ തള്ളിയാൽ നിങ്ങൾ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ട് അവിടെ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ ഒന്ന് എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം.
യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരും പെരുമാനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും. കാരണം കാണിപ്പാനിരിക്കുന്നതാണ്, കാണിച്ചിട്ടില്ല. ഇത് നമ്മളോട് പറഞ്ഞതിന് ദൈവം ശില്പിയായ ഒരു പണിതൊരു ഭവന സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹെബ്രായൻ പറഞ്ഞ 11 പറഞ്ഞത്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയില്ലല്ലോ. കാണാത്തതിനായിട്ടാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, പോകാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ അബ്രഹാം അത് ഏറ്റെടുത്തു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, കർത്താവ് പറഞ്ഞു ഇനി ഇറങ്ങി പോകുക, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ. പലരും പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ പാൽപ്പൊടി കിട്ടും, ഒലിവെണ്ണ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കെട്ടിയായിട്ടാണ് നിങ്ങളെ ഈ മതത്തിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചത് 1000-10,000 പേര് വിളിച്ചത് തന്നെ ആരാധിക്കുന്ന ഒരു സമൂഹമായി മാറാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ സ്വന്തം ജനമാകാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 13:15 പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ നടപ്പ് തെളിയിക്കും. അവൻ എന്നെ കൊന്നാലും, കാരണം നമുക്കറിയാം ജോബിൻ്റെ പ്രതികൂലങ്ങൾ എത്ര, എല്ലാവർക്കും വിശ്വാസം വന്ന എല്ലാവർക്കും അറിയാം ജോബിൻ്റെ പ്രതികൂലങ്ങൾ എത്രയായിരുന്നു. ആ പ്രതികൂലത്തിലൊക്കത്തിലും ദൈവത്തിനൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നെന്ന് അറിയുമോ? നാവ് കൊണ്ടുപോലും ജോബ് എനിക്കെതിരായിട്ട് പറയില്ല എന്ന് നല്ലൊരു ഉറപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ശദ്രക്ക് മെഷക്ക് അബദ്രക്കിനോട് നബൂഖദ്നേസർ രാജാവ് പറഞ്ഞല്ലോ, ഞാൻ സ്ഥാപിക്കുന്ന ഈ ബിംബത്തെ ശദ്രക്കെ മെഷക്ക് അബദ്രക്കെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ തീച്ചൂളിൽ ഇട്ടുകളൊരു കൽപ്പനയായിട്ടിരിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ. അവർ പറഞ്ഞത്, നബൂഖദ്നേസർ രാജാവ് താൻ തന്നെ പണി നോക്ക്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുന്ന കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്കൾ ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും താങ്കൾ പറഞ്ഞ ഈ കാര്യത്തോട് ഞങ്ങൾ യോജിക്കില്ല, ഞങ്ങളെ ദൈവത്തിനാണ് സർവ്വമഹത്വം കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ രാജകൽപ്പന കിടക്കല്ലേ ഇവരെ തീയിലിട്ട് കൊല്ലണമെന്ന്. തീച്ചൂളെ 7 ഇരട്ടി ശക്തിയിലാക്കി കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയി തീയിലേക്ക് ഇടാൻ പോയപ്പോൾ കൊണ്ടുപോയിട്ട ആ ഇടാൻ കൊണ്ടായ വ്യക്തികളൊക്കെ തീയിൽ കരിഞ്ഞുപോയി. അവരോ അതിൻ്റെ നടുക്ക് തണുത്തിട്ട് പുതപ്പണം പറഞ്ഞുകൊണ്ടിരിക്കുക, തീയുടെ നടുക്ക്. നമ്മൾ പറയണേ. അപ്പോൾ അവരെ ഇങ്ങനെ ഒന്നും പറ്റിയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നബൂഖദ്നേസർ രാജാവ് എന്ന് പറഞ്ഞേ, ശദ്രക്ക് മെഷക്ക് അബദ്രക്ക് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ, വേഗം അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുവാണ്. പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തരി മണം പോലും ഇല്ല തീയിടാം. രാജാവ് ഒരു കൽപ്പന ഇട്ടു, ശദ്രക്കിൻ്റെയും മെഷക്കിൻ്റെ അബദ്രക്കിൻ്റെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം, അതുകൊണ്ട് അവൻ്റെ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അവരെ ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ നശിപ്പിച്ചു കളയുന്നൊരു കൽപ്പനയിട്ടു. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് മഹത്വം കൊടുത്താണ് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന കാര്യത്തിലല്ലെന്നേ, നമുക്ക് നിത്യയിൽ പോകേണ്ട കാര്യത്തിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ ഭാഷ പറഞ്ഞ് ഇന്ന കാലത്ത് മെസ്സേജ് പക്ഷെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്, എങ്കിലും ഞാൻ പറഞ്ഞു പോയാണ്, ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി 11:30 തേരഹിൻ്റെ തീരാനം അബ്രഹാത്തിൻ്റെ എൻ്റെ വിളി കിട്ടിയതനുസരിച്ച് ആ ഒരു ഇതിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നാം ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന് പിന്നാലെ വന്നിരിക്കുന്നത്? ഈ രോഗസൗഖ്യവും കടഭാരത്തിനും ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നേ കാലത്തോളം രോഗസൗഖ്യവും കടഭാരവും തീർക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് കർത്താവിൻ്റെ ആവശ്യമില്ലല്ലോ. മീനിങ് നമ്മൾ യൂസഫ് അലിക്ക് അതിൻ്റെ ആവശ്യമില്ല, അംബാനിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ഈ രക്ഷ ആർക്ക് വേണ്ടിയുള്ളതാ? 1 തിമോഥെയോസ് 1:15 യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നത് വിശ്വസനീയവും എല്ലാ മനുഷ്യരും
അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവർക്കുള്ള രക്ഷയാണിത്. പണമുള്ളവനും പണമില്ലാത്തവനും ദരിദ്രനൊന്നല്ല. സകല ദൈവം കാണുന്ന നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. നമ്മളെ നിത്യതയിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് തേജസ്സിൻ്റെ ശരീരം ധരിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ ഇതുള്ളത്. അല്ലാതെ കർത്താവ് വന്നിട്ട് നമ്മളെ കടഭാരം തീർക്കാനായിട്ടും. ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, നമ്മളുടെ രോഗം മാറണമെങ്കിൽ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് വേണോ? ഈ ഭൂമിയിൽ വന്നിട്ട് വേണോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുകയോ കടഭാരം തീർക്കുകയോ മാറണമെങ്കിൽ ആയിക്കോട്ടെ, തെറ്റൊന്നുമില്ല. പക്ഷെ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് രോഗം മാറ്റാനാണോ വന്നേ, കടഭാരം മാറ്റാനാണോ വന്നേ? കർത്താവിന് അവിടെ നിന്നാലും ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഹാമാൻ്റെ കുഷ്ഠരോഗം കർത്താവ് അവിടെ നിന്ന് പറഞ്ഞിട്ടല്ലേ മാറിയത്? ഇവിടെ വരണമായിരുന്നോ? അപ്പം എന്തിനാ യേശു വന്നത്? എന്നെയും നിങ്ങളെയും ഈ പാപക്കുഴിയിൽ നിന്നും ഈ തീയിൽ നിന്നും കോരിയെടുത്ത് പുത്തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. എല്ലാവർക്കും ഈ ഭാഗ്യമൊന്നും കിട്ടുന്നില്ല പ്രിയരെ, എല്ലാവർക്കും ഈ ഭാഗ്യമൊന്നും കിട്ടുന്നില്ല. 2 കൊരിന്ത്യർ 4:4 പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ കുരുടാക്കി തന്നിമിത്തം ദൈവത്തിൻ്റെ മഹത്വമേറെ സുവിശേഷത്തിൻ്റെ പ്രകാശം ഈ ലോക ജാതികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മെ വിളിച്ചൊരു കരുണയാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഒരു യോഗ്യതയും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ എഫെസ്യർ 1 പറഞ്ഞത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനം മാത്രമേ. ഹല്ലേലൂയ. അതിന് നമ്മൾ കീഴ്പ്പെട്ട് നിന്നുകൊണ്ട്, അപ്പാ എന്നെ വിളിച്ചല്ലോ, എത്രയോ നല്ല മനുഷ്യരുണ്ടായിരുന്നു, എന്നിട്ട് നീ എന്നോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് എന്നും പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കൽ ആ യേശുവിൻ്റെ രക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. കാലമിനി അധികമില്ല, ആ കാലമിനി അധികമില്ല. കർത്താവിൻ്റെ വരവിന് മുമ്പേ നാം ഒരുങ്ങി കർത്താവിന് വേണ്ടി കാത്തിരുന്നില്ലെങ്കിൽ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്നവരായി മാറുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ കാനാൻ ദേശത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ മൂപ്പന്മാർ മോശയൊക്കെ കൂടി പറഞ്ഞു, നമ്മുടെ ഗോത്രപിതാക്കന്മാരിൽ കുറച്ച് പേരെ കൊണ്ടുപോയി ഈ മരുഭൂമിയിൽ, അവരൊന്നും മരുഭൂമിയിൽ അങ്ങോട്ട് പോയിട്ടില്ല, ചെന്ന് ഒറ്റ നോക്കിയിട്ട് വരണം, എങ്ങനെയുണ്ട് ആ രാജ്യമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അവർ 10-12 പേരെ അയച്ചു. അവിടെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓ ഇതെന്ത് നല്ല രാജ്യം, തേനും പാലും ഒഴുകുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞ് അവരതിൽ നിന്ന് മുന്തിരിക്കൊലയുടെ ഒരെണ്ണം, ഒരു വലിയ തണ്ട് വെട്ടി, ഒരു തണ്ട് മുന്തിരിക്കൊലയുടെ ഒരെണ്ണം വെട്ടിയിട്ട് തണ്ട് കെട്ടിക്കൊണ്ട് തോളത്ത് വെച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 40 ദിവസം അവർ അവിടെ ചെന്ന് ആ രാജ്യം ചുറ്റും നോക്കി കഴിഞ്ഞിട്ട് വന്നേക്ക്, മോശ പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണത്. അവിടുത്തെ ചില സാധനങ്ങൾ നിങ്ങൾ കണ്ടു നോക്കി, ആ മുന്തിരിക്കൊല ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ ചിലർ പറഞ്ഞേ, പറ്റില്ല, നമുക്കവിടെ പറ്റില്ല, അവിടുത്തെ ആൾക്കാർ അതികായകന്മാരാണ്, മല്ലന്മാരാണ്, അപ്പോൾ അവരെ ജയിക്കാൻ നമുക്ക് പറ്റില്ല. കാലേബും ജോഷുവ കൂടി അവനെ എതിർത്തു. നിങ്ങൾ മിണ്ടാതിരിക്കേ, നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കാണ് ജയം, അവരെ ജയിക്കാനുള്ള ശക്തി നമ്മൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനാണ് നമ്മളുടെ ഉള്ളത്തിൽ ക്രിസ്തു വേണമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളത്തിൽ റോമാലേഖനം 8:9 വാക്യം, റോമാലേഖനം 8:9 വാക്യം നിർത്തേ. അതെ അതെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ലാന്നേ. ക്രിസ്തു ആത്മാവിൽ നമ്മുടെ ക്രിസ്തു താനായിരിക്കുന്ന കയ്യും കാലും 10 ഒരു ഉത്തമ പുരുഷൻ്റെ രീതിയിൽ നമ്മുടെ അകത്തേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരാണ്, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ. അപ്പോൾ എന്ത് വേണം? നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തു ഉണ്ടാവണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13 എൻ്റെ 5 വാക്യം നിർത്തേ. 2 കൊരിന്ത്യർ 13 5 വാക്യം.
ഒന്ന് കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ കൊള്ളരാത്തവരാണെങ്കിൽ കൈ ഉയർത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കൊള്ളരാത്തല്ലാന്ന് നിങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ മാത്രം കൈ ഉയർത്തിയാൽ മതി. ക്രിസ്തു നിങ്ങളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി. പൗലോസ് പറയേ, നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ചറിയീൻ. യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ബോധ്യം വന്നിട്ടുള്ളവരുന്ന കാര്യങ്ങൾ ഉയർത്തിയേ. സോറി, നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ കൈ ഉയർത്തിന്ന് വരില്ല. ദിൽ പാസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ സ്തോത്രം. ഓക്കെ, അപ്പം നമ്മളുടെ ബോധ്യം വളരണമേ. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ. അതുകൊണ്ടാണ് പത്രോസ് 1:3-15 പറഞ്ഞത്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുക. നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തുവിന് സ്ഥാനമില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ. അതിനെ യോഹന്നാന്റെ സുവിശേഷം 14:21 പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കും, നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ വന്ന് നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യും. ആഹാ, ഞാനും പിതാവും വന്ന് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവായി വാസം ചെയ്യും. ഇതല്ലേ വിശ്വാസ ജീവിതം? ഇതിന് നമ്മൾ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്ന ഒരു ഉത്തമ ബോധ്യം എനിക്ക് വന്നിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പരാജിതനാണെന്നേ. ഞാൻ ഈ ആചാരാനുഷ്ഠാനങ്ങൾ വെറുതെ കടന്നു വന്നുകൊണ്ട് സമയം നമ്മൾ എത്ര വിലപ്പെട്ട സമയങ്ങൾ കളഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കുന്നേ? ഇതൊക്കെ പാഴായി പോകണോ? അത് വരാതിരിക്കണം എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. വിശുദ്ധന്മാരെ നിന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയേ മതിയാവൂ. കർത്താവ് നമ്മൾ സഹായിക്കും. നമ്മൾ നേരത്തെ സങ്കീർത്തനം വായിച്ചല്ലോ, ഹെബ്രായ ലേഖനം വായിച്ചല്ലോ, 4:14 വായിച്ചല്ലോ. ഇവിടെ 4:14 മുതലുള്ള വാക്യങ്ങൾ. ആകാശത്തിലൊരു കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരുഷൻ നമുക്കുണ്ട്. നമ്മുടെ ബലഹീനത നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി കടന്നുപോയവനാണ്. ആകയാൽ കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിക്കാനും കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമ്മളോട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സഹായിക്കാൻ എന്നും കർത്താവ് കൈനീട്ടിരിക്കുക. മക്കളെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ. 112 സങ്കീർത്തനത്തിൽ 1 വാക്യം അങ്ങനെയല്ലേ പറഞ്ഞേ? 110 സങ്കീർത്തനത്തിൽ 1 വാക്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷിതനാകുക. എൻ്റെ കർത്താവ് ജയാളിയായി പോയിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ഉപേക്ഷിതനായിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണമേ. മത്തായിയുടെ സുവിശേഷം 18:10 വാക്യത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. എന്താണെന്ന് അറിയുമോ? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ പോലും നിങ്ങൾ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളണം. എന്നാൽ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സദാസമയം എൻ്റെ പിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ വെച്ചിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ, ദൂതന്മാരെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 10:6 വാക്യത്തിലാണ് എന്നിൽ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുത്തനെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികൽ കെട്ടി അവൻ്റെ സമുദ്രത്തിൽ ആഴത്തിലിട്ടില്ല. എന്നിട്ട് 10 വാക്യം പറഞ്ഞതാണ്, ഈ ചെറിയവൽ, അത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. എന്തെന്നാൽ കീഴ്പോട്ട് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കാണുന്നത്? എനിക്ക് വേണ്ടി കാവൽ ദൂതന്മാരെ വെച്ചിട്ട് അവർ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചെന്ന് പറയാനും ഇന്ന പോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ വെച്ചിട്ടുണ്ടെന്നേ. ഇത്ര മഹത്തായ കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തല്ലോ. അത് തന്നെയല്ലേ നമ്മൾ കാണുന്ന റോമാലേഖനം 8:26 വാക്യത്തിൽ, നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പോഴും അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ദൈവം ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ബലഹീനം നമ്മളെ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. എന്നിട്ട് പറയണ ആ ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ ദൈവമക്കളായി വിശുദ്ധിയിൽ നിൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ കൊണ്ടുവരാൻ വരുമ്പോൾ നമുക്ക് അവനോടൊപ്പം നിത്യതയിൽ വസിക്കാൻ സാധിക്കും. നിത്യതയിലേക്കുള്ള മഹാവെല്ലുവിളിയാണ് നമുക്ക് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ രൂപാന്തരം വരിക എന്നുള്ളതല്ല,
നമ്മളിപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി നന്നായി വചനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്നാകലല്ല പ്രിയര്, മാറ്റം വന്നില്ലെങ്കിൽ, നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നില്ലെങ്കിൽ, നിക്കോദെമോസേ നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും നിനക്ക് സാധിക്കില്ല. ഹല്ലേലൂയ. ഒരു വീണ്ടും ജനന അനുഭവം നമുക്കുണ്ടാണ്. ഞാൻ മുമ്പത്തെയൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം മാറിയിട്ട് കുറച്ചൊക്കെ മാറി കണ്ടിട്ടുണ്ടാ. അതല്ല വേണ്ട. ദൈവം കംപ്ലീറ്റ്ലി നമ്മളുടെ പഴയ മനുഷ്യനുള്ളിൽ ഞാൻ പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ ഒരു പുതിയ മനുഷ്യനാകുക എന്നുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോകണം. ഇന്നത്തെ ആത്മീയതയിൽ ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ന് അന്ധമായ ആത്മീയതയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം എന്തൊക്കെയോ കിട്ടും, എന്തൊക്കെയോ സാധിക്കും, ഞങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് യാഗമായി തീർന്നെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് നമുക്ക് ഒരു കുറവുമില്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയേ മതിയാകും. നമ്മുടെ ആത്മീയ വർദ്ധിപ്പിച്ചേ മതിയാകും. പ്രാർത്ഥനാ ദിവസങ്ങൾ കൂട്ടിയേ മതിയാകും. മിക്കവാറും പ്രാർത്ഥനാ സമയങ്ങൾ നമുക്ക് സഭയിൽ നിന്നൊക്കെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങളൊക്കെയും നമ്മൾ അതിനോട് കൂടിച്ച്, കാരണം 2 പേർ കൂടുന്നവരുടെ മതി ഞാനുണ്ടെന്നുള്ള കർത്താവിൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാകും. അതിനുവേണ്ടി സമയം കണ്ടെത്തുക, താല്പര്യം കാണിക്കുക, കർത്താവിന് ചേർന്ന് നിൽക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്ക് ചുരുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ അവിശ്വസിച്ച ഒരു തലമുറയെ പോലെ നാം അവിശ്വസിക്കരുത്. കാനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ രൂബേനും ഗാദ്യരും മനാശയുടെ പാതിഗോത്രങ്ങളും പറഞ്ഞു ഞങ്ങളിവിടെ തങ്ങിക്കൊള്ളാമെന്ന്. അങ്ങനെ തങ്ങിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ചാൽ, ദൈവം പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് ഇവർ പിന്നോട്ട് മാറുകയാണ്. അവർ അവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടു. ആ കൂട്ടത്തിലാകാതെ നമ്മൾക്ക് രണ്ടാമത്തെ കാര്യം, നമുക്ക് പോരാട്ടമുണ്ട്. എഫെസ്യർ 6:10 ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരോടും സ്വർഗീയ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടൊരു പോരാട്ടമാണ് നമുക്കുള്ളത്. സ്തോത്രം. അതുകൊണ്ട് സ്വാർത്ഥരായി മാറാതെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ്. പൗലോസ് എഴുതിയെന്താണ് ഫിലിപ്പിയ ലേഖനത്തിൽ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ പൗരത്വത്തിന് വേണ്ടിയിട്ട്, ആ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അത് എത്ര നാളത്തേക്കാണെന്ന് അറിയാമോ? എത്ര വർഷമായിരിക്കും? എത്ര? അനന്തതയിൽ, നിത്യതയിൽ കർത്താവിനോട് രാത്രികളില്ല, ദിവസങ്ങളില്ല, അങ്ങനെ വാഴുന്ന ഈ മഹാവല്യ വിളിയെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കഷ്ടമാണ്. അത് വരാതിരിക്കാൻ വിശ്വാസത്തിൽ ഉറപ്പോടെ നിന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സഭയിലാണെങ്കിലും കർത്താവിന് പ്രിയരായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്കും ആ വിശുദ്ധന്മാരുടെ കൂടെ പ്രാക്കളെ പോലെ പറന്നു പോകാൻ കഴിയും. കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ഒരു 70 വയസ്സ് ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ മരിച്ചു പോയ പെട്ടിയിൽ പോകേണ്ടി വരും. എന്നാലും അവിടെ നിന്ന് ഒരു വാഹനം പ്രാവശ്യം എടുക്കാം. പക്ഷേ അതിനിപ്പോൾ ഒരു 60 വയസ്സിന് ഇപ്പുറത്തുള്ള ആൾക്കാർ ഇനി എൻ്റെ ഇപ്പത്തിൽ കർത്താവ് വരുന്ന കൂട്ടത്തിലാണെങ്കിൽ മരണം കാണാതെ ഇവിടുന്ന് എടുക്കപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുള്ളത്. രൂപാന്തരപ്പെട്ട്, ശരീരം രൂപാന്തരപ്പെട്ട് നമ്മൾ തേജസ്സിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. നമുക്ക് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മിസ്രയീം വീടതിൽ ഖേദിപ്പാനില്ലെന്നും ആശ്വാസദേശമേ മുന്നിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടുകൾ
വാഗ്ദത്ത നാട്ടിലുണ്ട്. മിസ്രയീം മിസ്രയീം അതിൽ ഗേദീപാനിൽ നിന്ന് ആശ്വാസദേശമൻ മുന്നിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടുകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോൻ കൂടെയുണ്ട്. ഹാരാനിൽ യാക്കോബിൻ കൂടെയിരുന്നവൻ വാഗ്ദത്തം നൽകിയോൻ കൂടെയുണ്ട്. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോൻ കൂടെയുണ്ട്. ഹാരാനിൽ യാക്കോബിൻ കൂടെയിരുന്നവൻ വാഗ്ദത്തം നൽകിയോൻ കൂടെയുണ്ട്. എന്നെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മിസ്രയീമിൻ ദേശത്തിൽ യോസേപ്പിൻ കണ്ണൂനെ കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ യോസേപ്പിൻ നിന്നവൻ കൂടെയുണ്ട്. മിസ്രയീം ദേശത്തിൽ യോസേപ്പിൻ കണ്ണൂനെ കണ്ടവൻ എന്നോട് കൂടെയുണ്ട്. മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹേരോബിൻ നിന്നവൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ചെങ്കടൽ തീരത്തു മോശയിൻ കണ്ണൂനെ കണ്ടവൻ എന്നോടു കൂടെയുണ്ട്. 600,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ചെങ്കടൽ തീരത്തു മോശയിൻ കണ്ണൂനെ കണ്ടവൻ എന്നോടു കൂടെയുണ്ട്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സ്വർഗീയ മന്നയെ കൊണ്ടോതൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. പാറയിൽ നിന്നുള്ള ശുദ്ധജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. സ്വർഗീയ മന്ന
നിന്നുള്ള ശുദ്ധജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. നമുക്കെല്ലാവർക്കും കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് ദാസനിലൂടെ നമ്മളോട് സംസാരിച്ച വചനത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നവർ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഓരോ ദിവസവും നമ്മളെ തന്നെ ശോധന ചെയ്ത് ആ ക്രിസ്തുവിനെ നീതിയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. യേശു ക്രിസ്തു തലയോളം വളരുവാൻ, അവനെ പോലെ ആയി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. യേശുവിനേക്കാൾ കുറഞ്ഞതൊന്നും സ്വർഗം സ്വീകരിക്കുകയില്ല. പ്രിയരെ, ആ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, അവന്റെ സ്വഭാവത്തിലായി തീരുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സ്വർഗീയ യാത്രയിൽ നമുക്ക് നോക്കുവാൻ മറ്റു മാതൃകയില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് നോക്കുവാനുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുവിനെ നോക്കുവിൻ. അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത്, ആ പിതാവുമായിട്ടുള്ള ഐക്യതയോർത്ത്, ആ സിംഹാസനം ഓർത്ത്, ആ ഉയരങ്ങളിൽ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചൊരു കർത്താവ്. ഇത് നമുക്ക് ആ ഉയരങ്ങളിലേക്ക് നോക്കാം, ഉയരങ്ങളിൽ ചിന്തിക്കാം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യതയിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഓർത്തുകൊണ്ട് അവനെ നോക്കി ഓടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച കൃപക്ക് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന അപ്പ. ഓരോ ദിവസവും ആ കർത്താവിന്റെ മാതൃകയെ പിന്തുടരുവാൻ, യേശുവിന്റെ സ്വഭാവത്തിലായി തീരുവാൻ, ആ കർത്താവിന്റെ വരവിനോട് ഒരുങ്ങിയിരിപ്പാൻ അടിയങ്ങളെയും വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ജീവിക്കുവാൻ അടിയങ്ങൾ കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവാദം ഉണക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവ് വരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ജയന്ദ്ര ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ.